ചിത്രമിത്രം തുടരുകയാണ്. കോട്ടയത്തുകാരായ ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കോട്ടയത്തുകാരനായ ഉഴവൂർ വിജയൻ കളിയാക്കുന്നതാണ് ഇത്രയും നേരം ചിത്രമിത്രം പ്രേക്ഷകർ കണ്ടത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതും ഒരു കോട്ടയംകാരനെ തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മുടെ നിയമസഭയിൽ കുറേ ദിവസമായി നല്ല തർക്കങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, ബഹളം നടക്കുന്നുണ്ടോ. ഈ ബഹളത്തിനെല്ലാം ഇടയിലും ഒരു ബോഡിയുടെ അസാന്നിധ്യം വളരെ പ്രകടമാകുന്നുണ്ട്. സാന്നിധ്യവും അസാന്നിധ്യവും എപ്പോഴും ചർച്ചാ വിഷയമാക്കുന്ന ആ ഒരാൾ ആരാണെന്നല്ലേ? കണ്ടോ. മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ച ഒരു വരവാ. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. അച്ഛ എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ. നിയമസഭയ്ക്ക് ഉപേക്ഷിച്ചിട്ട് പി സി ജോർജ് ബ്രിട്ടീഷ് പര്യടനത്തിലാണ്. പൊട്ടിപ്പൊടിക്കുകയാണ് കാര്യങ്ങളെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ. സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ സൂര്യൻ പി സി ജോർജിന്റെ വരവ് പ്രമാണിച്ച് പുള്ളി പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവധിയെടുത്ത് പോയേക്കുന്നു എന്നാണ് ലണ്ടനിൽ നിന്ന് കേൾക്കുന്ന കഥകൾ. എന്തിനാണോ എന്തോ. സംഗതി പറഞ്ഞുമല്ല, നാട്ടുകാർ കൊണ്ടുപോയ സെക്കുലർ പാർട്ടിക്ക് ശേഷം പി സി ജോർജ് ജനപക്ഷം എന്ന പേരിൽ പുതിയ സംഘടന പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു എന്ന് വാർത്തകളുണ്ട്. ഈ പ്രഖ്യാപനത്തിന് മുന്നോടിയായാണത്രേ ലണ്ടൻ പര്യടനം. ഇംഗ്ലണ്ടിലെ ഒരുതപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കണ്ട് അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ചെല്ലുന്നിടത്തെല്ലാം വമ്പൻ സ്വീകരണമാണെന്നൊക്കെയാണ് പറയുന്നത്. മുണ്ടുടുത്തും പാൻറ്റിട്ടുമൊക്കെ പി സി ജോർജ് ലണ്ടനിലാകെ പറന്ന് നടന്ന് കസറുകയാണെന്ന് വേണം പറയാൻ. ഇന്നത്തെ പ്രോഗ്രാം കേട്ടോ. ലണ്ടനിലല്ല, അന്റാർട്ടിക്കയിലല്ല, ഇനി ചൊവ്വായിൽ ചെന്നാലും അവിടെയുള്ള ആളുകളെ ആകർഷിക്കാനുള്ള പണിയൊക്കെ പി സി ജോർജിന് വളരെ നന്നായി അറിയാം. തിരുവനന്തപുരത്തെ വസതിക്ക് പൂഞ്ഞാർ ഹൗസ് എന്ന് പേരിട്ട് പൂഞ്ഞാറുകാരെ പുളകം കൊള്ളിച്ച ആളാണ് പി സി ജോർജ്. ആ പി സി ജോർജ് ലണ്ടനിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഊഹം തെറ്റിയില്ല. പുള്ളി പോണ കാറിന്റെ ബാക്കിൽ പൂഞ്ഞാർ MLA പി സി ജോർജ് എന്ന് ഗംഭീരമായി എഴുതി വെച്ചിരിക്കുക. ഞെട്ടിയില്ലേ? ഞെട്ടും. അതാണ് പി സി ജോർജ്. എങ്ങനെ ആളുകളെ കയ്യിലെടുക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഒറ്റ പ്രശ്നമുള്ളൂ, ഈ MLA ബോർഡ് ഇവിടെ നിന്ന് കൊണ്ടുപോയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളറായേനെ. ഇത് പക്ഷെ കുഴപ്പമില്ല, സംഗതി ചീറിയിട്ടുണ്ട്. രാജ്ഞി അറിഞ്ഞു കാണും എന്തോ. കേരള നിയമസഭയെ കൈകളിട്ട മാനമാടുന്ന പി സി ജോർജ് ബ്രിട്ടനിൽ ചെന്നു. അപ്പോൾ പിന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് കാണാതെ വരുന്നത് വളരെ മോശമാണല്ലോ. പോയി പാർലമെന്റ് കണ്ടു എന്ന് മാത്രമല്ല അവിടെ പ്രസംഗിക്കുകയും ചെയ്തത്രേ. പ്രസംഗത്തിന്റെ ശക്തി കാരണം അവിടെ തെമ്പിമാര് കംപ്ലീറ്റ് ബോധം കെട്ട് കിടക്കുക. മിസ്റ്റർ പി സി ജോർജ്, താങ്കളുടെ ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രസംഗം കഴിഞ്ഞല്ലോ, എന്ത് തോന്നുന്നു? ഞാനത് സത്യത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് കാണാൻ അവസരം കിട്ടുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ 200 വർഷത്തെ ഭരണത്തിന്റെ ചരിത്രം, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയുടെ ഒരു ഭാഗത്തിന്റെ ചരിത്രം ബ്രിട്ടീഷ് പാർലമെന്റുമായി ബന്ധപ്പെട്ടാണ്. ലോകത്താദ്യമായി ജനാധിപത്യം ഉണ്ടായ രാജ്യം ബ്രിട്ടീഷ് പാർലമെന്റുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമായത്. പി സി ജോർജ് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്നാണ് ഇനി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. വേറൊന്നുമല്ല, കുറച്ച് വർഷം മുമ്പാണ് നമ്മുടെ കെ എം മാണി സാർ അധ്വാനവർഗ സിദ്ധാന്തം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്ന മട്ടിൽ വലിയ വാർത്തകൾ എല്ലായിടത്തും വന്നിരുന്നു. എല്ലാവരും പറഞ്ഞു, എന്തോ ഒരു വലിയ നേട്ടമാണ് കെ എം മാണി സാറിന് ഉണ്ടായതെന്ന്. പി സി ജോർജ് മാണി സാറിന്റെ കൂടെയാണല്ലോ. അതുകൊണ്ട് ആ വാർത്ത അന്നത്ര വിശ്വാസയോഗ്യമല്ലായിരുന്നെങ്കിലും ഒന്നും മിണ്ടിയിലത്രേ. പക്ഷേ ഇപ്പോ ലണ്ടനിൽ പോയപ്പോൾ കയറി അന്വേഷിച്ചു. അല്ല, മാണി സാർ ഇതുവഴി എങ്ങാനും വന്നായിരുന്നു. അന്വേഷിച്ചു എന്ന് മാത്രമല്ല, റിസൾട്ടും കിട്ടി. പിന്നെ ഞാനിന്ന് 5-ാം നമ്പർ മുറി, ഈ മുറിക്കൊരു പ്രത്യേകത ഉണ്ടായി. അത് ഈ അവസ്ഥയിൽ പറയേണ്ടി വന്നൊരു സന്തോഷമുണ്ട്. സത്യം തമാശയാണ്. അവിടെ ഒരു MPയുടെ നേതൃത്വത്തിലുള്ള ടീമായിട്ടാണ് ഞങ്ങൾ വളരെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ
ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നിന്നൊരു നേതാവ് ഇവിടെ വന്ന് അധ്വാനവർഗ സിദ്ധാന്തം പാർലമെന്റിൽ അവതരിപ്പിച്ചു. എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജ് വാർത്തയും പടമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇന്ത്യൻ പാർലമെന്റ് ഇങ്ങനെയൊക്കെ നടക്കുമോ, അല്ല ബ്രിട്ടീഷ് പാർലമെന്റ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ പിന്നെ മിണ്ടിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ഞാൻ ഇന്ന് എന്നെ സ്വീകരിച്ച നമ്മുടെ വീരേന്ദ്ര ശർമ്മ MP എന്നെ സ്വീകരിച്ച അതേ ഹോളിൽ വീരേന്ദ്ര ശർമ്മ MP ഞാനും പ്രസംഗിച്ച അതേ ഹോളിൽ തന്നെയാണ് KM മാണിയും പ്രസംഗിച്ചതും മാണിയുടെ അധ്വാന സിദ്ധാന്തം അവതരിപ്പിച്ചത്. പക്ഷെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് ജനകീയമായിട്ടുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ജനപക്ഷ രാഷ്ട്രീയമാണ്. സത്യമാണോ ഈ പറയുന്നത്? പക്ഷേ ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ പ്രചരണം മാണി കൊടുത്ത് മോശമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അന്ന് ഞാനൊന്നും മിണ്ടിയില്ലെങ്കിലും നാണക്കേടായി പോയെന്ന് തോന്നുന്നുണ്ട്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്.